ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി മംസ് കഫേ. അപ്പം നമുക്കൊരു അടിപൊളി കാരമൽ ക്യാരറ്റ് പായസം ഉണ്ടാക്കിയാലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രിഡ്ജിൻ്റെ മൂലയ്ക്കിൽ ഒതുങ്ങി കൂടിയ കുറച്ച് ക്യാരറ്റ് കുട്ടന്മാരെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുനുകുനാന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയൊന്നും മുറിയരുത്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിൽ കുക്കർ വെച്ച് ചൂടാക്കാം. നിങ്ങൾക്ക് പാൻ യൂസ് ചെയ്യാം, ഉരുളി യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചൂടായതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലായി വരണം. കാരമലാവുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചൂട് പാലതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പതഞ്ഞു പൊന്നും, ആരും പേടിക്കേണ്ട, അത് തന്നെ താന്നു വെക്കണം. ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിൻ്റെ അടിയിൽ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും. അത് മെല്ലെ മെല്ലെ മിക്സ് ചെയ്യുമ്പോൾ അത് മെൽറ്റായിട്ട് വരും. അതിനെ നമ്മൾ പ്രത്യേകം ചൂട് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് ടെമ്പറേച്ചറും ഒരേപോലെ ആകുമ്പോൾ അത് വേഗം മെൽറ്റാവും. ഇനി നമുക്ക് മല്ലികപ്പൂവിൻ്റെ ഇതിൽ പോലത്തെ ക്യാരറ്റ് കുട്ടന്മാരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ അവരെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒരൊറ്റ വിസിലടിച്ചെടുക്കുക. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, നെയ്യ്, പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക്. നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പംകിൻ സീഡും ബദാമും ഒക്കെ ചേർക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.